ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തുമോ എന്ന് ഇത്രയും അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടുമോ എന്ന് ഞാൻ കരുതിയിട്ടേയില്ല. പക്ഷേ ചിത്രത്തിലെ കേവലം സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു ഇൻറ്റിമസി സീനിൻ്റെ പേരിൽ പരസ്യ വിചാരണ ചെയ്യുമിടപെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഉറച്ച ബോധ്യത്തോടാണ് ആ രംഗം അഭിനയിച്ചതും. പറയുന്നത് വേറെ ആരുമല്ല, ദിവ്യപ്രഭയാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പി പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ കനി കുസൃതിക്കൊപ്പം നായികാവേഷത്തിലെത്തിയ ദിവ്യപ്രഭ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രതിക്കൂട്ടിലാണ്. ചിത്രത്തിൽ മലയാളം പതിപ്പ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ റിലീസ് ചെയ്തതിനെ തുടർന്ന് ദിവ്യപ്രഭയുടെ അഭിനയിച്ച ഇൻറ്റിമസി രംഗമാണ് സമൂഹമാധ്യമങ്ങളിൽ ചൂടൻ ചർച്ചയായി തുടക്കമിട്ടിരിക്കുന്നത്. ഇതിനിടെ ചിലരുടെ പ്രതികരണങ്ങൾ അതിരുവിടുന്നുമുണ്ട്. ദുബായിൽ ആസിഫ് അലിക്കൊപ്പമുള്ള പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുന്ന് കേരളത്തിലെ ചൂടൻ വിവാദത്തിന് മറുപടി പറയുമ്പോഴും ദിവ്യപ്രഭ പക്ഷേ വളരെ കൂളാണ്. ഫ്രാൻസിലും ഇറ്റലിയിലും ഒട്ടേറെ ചലച്ചിത്ര മേഖലയിൽ കലാമൂല്യം കൊണ്ടും സ്ത്രീപക്ഷം കൊണ്ടും ആസ്വാദകരുടെ പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു ചിത്രത്തിന് കേവലം ഒരു രംഗത്തിൻ്റെ പേരിൽ പോൺ ചിത്രം എന്ന് തരം താഴ്ത്തുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് മലയാളികളെ കപട സദാചാരവും ലൈംഗിക ദാരിദ്ര്യവുമായി സൂചിപ്പിക്കുന്നുവെന്ന് ദിവ്യയുടെ പക്ഷം. സിനിമ മുഴുവൻ കാണുകയോ കഥാപാത്രത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയുകയോ ചെയ്യാത്ത ആ രംഗം മാത്രം ഡൗൺലോഡ് ചെയ്ത് ക്ലിപ്പായി ഫോർവേഡ് ചെയ്തതിനോട് തനിക്ക് സഹതാപം മാത്രമേ ഉള്ളെന്നും ദിവ്യ പറയുന്നു.